രമ്യ ഹരിദാസിന് ഇത്തവണ പാട്ടും പാടി ജയിക്കാൻ കഴിയുമോ എന്നത് വലിയ ചോദ്യമാണ്. പാട്ട് പാടരുതെന്ന് നേതൃത്വം പറഞ്ഞു എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് രമ്യ ഹരിദാസ് പിന്നീട് പറഞ്ഞു. അങ്ങനെ ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് സ്വാഭാവികമായും അവിടെ MP എന്ത് ചെയ്തു എന്ന കാര്യം അവിടെയും പ്രസക്തമാണ്. എന്നാൽ നമ്മൾ മറ്റൊരു മണ്ഡലത്തിലെ കണ്ണൂർ മണ്ഡലത്തിലെ MP എന്തു ചെയ്തു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷമായി K. സുധാകരനാണ് അവിടെ MP. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ജനങ്ങളിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ പ്രതീക്ഷക്കൊത്ത് K. സുധാകരൻ ഉയർന്നിട്ടുണ്ടോ എന്നെല്ലാം തന്നെ പരിശോധിക്കുകയാണ് ശ്രീജിത്ത്. ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുധാകരൻ ജനിച്ചത് വലിയ ഭൂരിപക്ഷത്തിലാണ്. കണ്ണൂരിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ. എന്നാൽ കഴിഞ്ഞ 5 വർഷം സുധാകരൻ എന്തു ചെയ്തു എന്ന് പരിശോധിക്കാം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുപ്പാ, ഇതൊന്നും കാണാനും കഴിയില്ല. അതുകൊണ്ടാണ് വോട്ട് വെച്ചാൽ ഏതെങ്കിലും ആർക്കും പറഞ്ഞു വോട്ട് ചെയ്യാനും പോക്കില്ല. സാധാരണ നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്നു തുടങ്ങല. ഇപ്പോൾ എല്ലാ വർഷവും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകും. അന്നേരം പിന്നെ വോട്ട് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അങ്ങനത്തെ രാഷ്ട്രീയം ഉണ്ടെങ്കിലല്ലേ ജയിക്കോ പിടിക്കോ എന്നും പറയണ്ടേ, അതില്ല. സാന്നിധ്യം കുറവ് തന്നെയാണ്. ആളിങ്ങനെ ഉള്ള ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് പ്രവർത്തനം കുറവ് തന്നെയാണ്. അയാൾ 5 വർഷം ഇവിടെ ഉണ്ടായിട്ട് പാർലമെൻറ്റ് പോയിനോ എന്ന് തന്നെ നമുക്കറിയില്ല. അതിൻ്റെ ഇടയിൽ KPCC പ്രസിഡൻറ്റുമാണ്. അപ്പോൾ അത് നോക്കാനും സമയമില്ല. MP സ്ഥാനം നോക്കണം, രണ്ടും നോക്കണം. പാർലമെൻറ്റ് പോയിനോ എന്ന് തന്നെ സംശയം. വികസനം എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും കാര്യമായിട്ട് കൊണ്ടുവന്നില്ല. അയാൾ വ്യക്തിപരമായിട്ട് നല്ല സ്വാർത്ഥനാണ്. വികസനം ഒന്നിനും അയാൾക്ക് സമയമില്ല. അയാൾ KPCC പ്രസിഡൻ്റാണ്, ഇപ്പം MP, നിലവിൽ MP. അയാൾ പൊതുവേ ഇന്നിപ്പം ഞാൻ ഇന്നലെ രാവിലെ ചാനലിൽ കണ്ടു, രണ്ടാളും അല്ല വിജയിപ്പിക്കണം എന്നല്ല, ഒരു വികസനം എല്ലാവരും ഒരുപോലെ കാണണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്. ഞാനങ്ങനെ പറയാൻ പാടില്ല, ഞാനൊരു മാർക്സിസ്റ്റുകാരനാണ്. നിലവിലെ MP സുധാകരനെതിരെ ജനങ്ങൾ വലിയ വിമർശനം ഉന്നയിക്കുമ്പോഴും വികസനം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് രംഗത്തുള്ളത്. MP ഫണ്ട് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഗ്രാമീണ സടക്ക് യോജന, അതുപോലെ തന്നെ അമൃത് പദ്ധതി, ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ, അതുപോലെ തന്നെ റോഡ് ഫണ്ട്, ഇതൊക്കെ കൊണ്ട് ഏകദേശം 188 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് തന്നെ അദ്ദേഹത്തിന് നടത്താൻ മണ്ഡലത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ഈ MP ഫണ്ടാണ് എങ്കിൽ അത് ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് പരിധിക്കകത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, കോർപ്പറേഷൻ ഉൾപ്പെടെ എല്ലാം അത് ഏറ്റെടുത്ത് അത് കൃത്യമായ ധാരണയോടെ വിഭജിച്ചു കൊടുക്കാനും അവിടങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ചെലവിൻ്റെ ഒരു പരിധി അവിടെ ഉൾപ്പെടുത്താനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിക്കകത്തും ആവശ്യമായ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നിർദ്ദേശവും സ്വീകരിച്ചുകൊണ്ട് അതൊക്കെ തന്നെ ചെയ്തു. മാത്രമല്ല, ഒരു MP ഇടപെടേണ്ട ഒരുപാട് മേഖലകളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കണ്ണൂരിലൂടെ കടന്നു പോകുന്ന പുതിയ ബൈപ്പാസ്. ആ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ആശങ്കയിലാണ്. ആ ആശങ്ക എന്ന് പറയുന്നത് പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു. ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മൊത്തമായി ജനങ്ങളുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ച് ഡൽഹിയിൽ പോയി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി അദ്ദേഹത്തിൻ്റെ ആ ചർച്ചയിൽ അന്ന് കണ്ണൂരിൻ്റെ മേയറായിരിക്കുന്ന എന്നോടുൾപ്പെടെ പറഞ്ഞ് ഞാനും അദ്ദേഹവും നേരിട്ടാണ് നിതിൻ ഗഡ്കരിയെ കാണുവാൻ പോയത്. ഓരോ വിഷയങ്ങളും അക്കമിട്ട് അദ്ദേഹത്തോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ആ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ നേരിട്ട് പരിശോധന നടത്തുകയും ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ തന്നെ മേൽപ്പാലവും അണ്ടർപാസും മറ്റൊക്കെ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ, അതിനകത്ത് പ്രധാനമായിട്ട് നടാലും ഒക്കെ UP സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അത് ചോദിച്ചത് അനുവദിച്ച് വാങ്ങിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. മണ്ഡലത്തിൽ വികസനം എത്തിച്ചെന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും MP മണ്ഡലത്തിലുണ്ടായിരുന്നില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു സമ്മതിക്കുന്നു. K. സുധാകരൻ ഒരുപക്ഷെ എല്ലാ സ്ഥലത്തും എപ്പോഴും എത്തിപ്പെടാൻ പറ്റിയൊന്നും വരുന്നില്ല. അദ്ദേഹം കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡൻ്റാണ്. ആ നിലയിലുള്ള പരിമിതികളുണ്ടായി എന്ന് കരുതി വികസന പ്രവർത്തനത്തിൽ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല എന്നോ MP ഫണ്ട് ചെലവഴിച്ചിട്ടില്ല എന്നോ പറഞ്ഞാൽ അത് കണ്ണൂരിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. നിലവിലെ MP വൻ പരാജയമാണെന്നും
കേന്ദ്രത്തിന്റെ വികസന പദ്ധതികൾ കണ്ണൂരിലെത്തിക്കുവാൻ നിലവിലെ എംപിക്ക് സാധിച്ചില്ലെന്നും BJP വലിയ വിമർശനം ഉന്നയിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു MP എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ MP പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജനാധിപത്യത്തിന് വില നൽകാത്ത ഒരു MP-യാണ് സുധാകരൻ എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട MP, എന്നാൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാതെ പല പദ്ധതികളും ഇവിടെ ലാപ്സായി പോയതായിട്ട്, ഭരണാനുമതി ലഭിച്ചിട്ടുള്ള പദ്ധതി പോലും ഇവിടെ നിർവഹിക്കാത്ത ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് 50% മാത്രമാണ് ഹാജറുള്ളത്. ചർച്ചകളിലാണെങ്കിൽ 19 ചർച്ചകളിൽ മാത്രമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ MP ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം വികസന മുരടിപ്പാണ് കണ്ണൂരിൽ ഉണ്ടായതെന്നും 5 വർഷം MP ഇങ്ങോട്ട് എത്തിയിട്ടില്ലെന്നും LDF ആരോപണം ഉന്നയിക്കുന്നു. മണ്ഡലത്തിലും പോകുന്നില്ല, പാർലമെന്റിനകത്തും പോകുന്നില്ല. അങ്ങനെ ഒരു ജനപ്രതിനിധി ഈ വിലയേറിയ വോട്ടർമാരുടെ വോട്ട് വാങ്ങിയിട്ട് ഈ രൂപത്തിൽ നിരുത്തരവാദിത്വം കാണിക്കാൻ ആർക്കാണ് കഴിയുക? ജനങ്ങളോട് വല്ല പ്രതിബദ്ധതയുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്നതാണോ UDFിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ശ്രീ സുധാകരൻ കഴിഞ്ഞ 5 വർഷം ചെയ്തിട്ടുള്ളത്? അതിന് ആദ്യം എങ്ങനെ ഞാൻ ആലോചിച്ചു പോകുന്നത്, ഈ കഴിഞ്ഞ 5 വർഷവും ഈ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോയതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാത്ത പ്രദേശങ്ങളിൽ ഇപ്പോൾ പോയി വോട്ട് വേണം, വോട്ട് തരണം എന്നാവശ്യപ്പെടാൻ ലജ്ജയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തിയോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. ക്യാമറാമാൻ സുബിത്തിനോടൊപ്പം KJ ശ്രീജിത്ത്, ജനം, കണ്ണൂർ.